അപ്പോൾ ഇന്ന് നമ്മൾ നല്ല രുചികരമായിട്ടുള്ളൊരു ബീട്രൂട്ട് തോരനാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി 1 കപ്പ് ബീട്രൂട്ട് നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ എങ്ങനെ നോക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഉണക്കമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി നമ്മുടെ സവാളയൊക്കെ. ആ സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതെന്ന് പറഞ്ഞാൽ ഞാനിത് മിക്സിയിൽ ചോപ്പറുണ്ട്, അത് വെച്ച് ഉപയോഗിച്ച് അരിഞ്ഞെടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാതെ കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ജീരകപ്പൊടിയാണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റും കൂടി നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഞാനിവിടെ അടച്ച് വെച്ച് വേവിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ 1 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്, നല്ല രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ബീട്രൂട്ട് തോരന് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവരും ഇത് വെറുതെ കഴിക്കാൻ, ചോറൊന്നും വേണ്ട, ചോറില്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.